ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ചലഞ്ചിൽ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട്. എൻ്റെ അമ്മയാണ്. ഓക്കെ, അപ്പോൾ അമ്മനെ ഒരു വീഡിയോയിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അമ്മയ്ക്ക് ലീവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നാണ് ഇന്ന് നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക്. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, ഹൂ നോ ആസ് ബെറ്റർ. അതായത് എന്നെ എത്രത്തോളം അമ്മയ്ക്കറിയാം, അമ്മനെ എത്രത്തോളം എനിക്കറിയാം. അതാണ് നമ്മുടെ ചാലഞ്ചിൻ്റെ കുറച്ച് ഒരു നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ചെറിയൊരു വീഡിയോ ആക്കാനുള്ള പ്ലാനാണ്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ 2 പേരുടെയും ആൻസർ നോക്കിയിട്ട് ആർക്കാണോ കൂടുതൽ പോയിന്റ്സ്. അപ്പോൾ 500 രൂപ ക്യാഷ് പ്രൈസ് കൂടെ ഉണ്ട് കേട്ടോ. പണം എനിക്കൊരു പ്രശ്നമല്ല. അപ്പം നമ്മൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സിമ്പിൾ ഗെയിമാണ് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ടും കൂടെ അറിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്കൊരു പോയിന്റ് ആണ് കേട്ടോ. പറയട്ടെ, നമുക്ക് 5 സെക്കൻഡ് ടൈം കേട്ടോ. 1 2 3 4 ഞാനല്ല ആൻസർ പറയണ്ടേ. ഓക്കെ, ഇഷ്ടമുള്ള ഫുഡ് ചിക്കൻ ബിരിയാണി. ശരിയാണ്. എനിക്കൊരു പോയിന്റ് കേട്ടോ. അമ്മയ്ക്ക് ചിക്കനെ ഇഷ്ടമായിരുന്നു, എനിക്കറിയാം. പക്ഷേ ചിക്കൻ ബിരിയാണി ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇനി എനിക്കിഷ്ടമുള്ള ഫുഡ് അമ്മ പറ. ചിക്കൻ ബിരിയാണിയാണ്. ടൈമർ പറയണ്ട, അമ്മയ്ക്ക് ആൻസർ ആണ് ചിക്കൻ ബിരിയാണി. ശരിയാണ്, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് അടുത്തത് അമ്മൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് അമ്മയ്ക്ക് അറിയാലോ ഡേറ്റ് ഓഫ് ബർത്ത്. അമ്മൻ്റെ ഞാൻ പറയണം. ഡേറ്റ് ഓഫ് ബർത്ത് 27/5/1979. ഉറപ്പല്ലേ? ഓക്കെ, ഇത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 18/10/2000. അതറിയാലേ? അമ്മയ്ക്ക് ഒരു പോയിന്റ്. അപ്പം 2 പേർക്ക് 2 പോയിന്റ് തന്നത് ടൈ ആയിട്ട് പോണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഷ്ടമുള്ള സിനിമ. ഓക്കെ, ഇഷ്ടമുള്ള സിനിമ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സിനിമ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പഴയതാണോ? മനസ്സിലിപ്പോൾ ഒരു പേരില്ലേ ഇഷ്ടമുള്ളൊരു സിനിമ? അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു സിനിമ മനസ്സിൽ വിചാരിക്കും. പഴയതാണോ പുതിയതാണോ? എനിക്ക് ഇടയിലുള്ളത്. അതെങ്ങനെ അടിയിലുള്ളത് പറയുക? പഴയതുമല്ല പുതിയതുമല്ല. അതെ, ആകാശദൂത്, രാവണപ്രഭു. 3 ചാൻസ് ഉണ്ട് കേട്ടോ. ദേവാസുരൻ. എനിക്കറിയില്ല ഏതാ സിനിമ. മനസ്സിലാക്കരുത്. അത് ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ ഓക്കെ, എനിക്കതിൽ കിട്ടിയില്ല കേട്ടോ. ഓക്കെ, എനിക്ക് 2 പോയിന്റ്, അമ്മയ്ക്ക് 2 പോയിന്റ്, ടൈ ആണ്. ഇനി എനിക്കിഷ്ടമുള്ള സിനിമ. ഇപ്പോൾ ഇറങ്ങിയ സിനിമയാണ്. ഇടയ്ക്കിടയ്ക്ക് പേര് പറയുന്നുണ്ടായിരുന്നു ആ സിനിമൻ്റെ. ഇപ്പൊ ഇറങ്ങിയ സിനിമ ഇറങ്ങി കുറച്ച് ഒന്ന് സെറ്റായിട്ടുണ്ടോ? ലോക. 2 പേർക്കും കിട്ടിയില്ല. ഓക്കെ, ഇഷ്ടമുള്ള ആക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഷ്ടമുള്ള ആക്ടർ, സിനിമ നടൻ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആക്ടർ മനസ്സിൽ വിചാരിക്കും. മോഹൻലാൽ. വിജയ്. അല്ല, മമ്മൂട്ടി. പൃഥ്വിരാജ്. അല്ല, പറയീ അടുത്തത്. തോറ്റു. അല്ല, അപ്പൊ എനിക്ക് 3 പോയിന്റ്സ്, ഇപ്പൊ അമ്മയ്ക്ക് 2 പോയിന്റ്സ് അല്ലേ? അല്ല, 2 പോയിന്റ്സ്. ഇഷ്ടമുള്ള സിനിമ മോഹൻലാൽ തന്നെയാണ്. അപ്പൊ 3-2. ഓക്കെ,
ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ആയിട്ട് എന്ത് ഫുഡിന് വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ വഴക്കുണ്ടായത്? നമ്മുടെ മനസ്സിൽ ആൻസർ വയ്ക്ക്. എന്ത് ഫുഡിനാണ്? അല്ല അത് അമ്മ ആൻസർ പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ മനസ്സിൽ വെക്കാം. അമ്മ ആൻസർ പറഞ്ഞോട്ടെ. ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് തമാശയൊക്കെ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. വേറെ നല്ല ഇതിൻ്റെ പേരിൽ ഇവിടെ ഭയങ്കരമായിട്ടൊരു ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ, ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്നും വെന്തില്ല. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ടൈ ആണ്. രണ്ടുപേർക്കും 3 പോയിന്റ്സായി. അപ്പോൾ ഇഷ്ടമുള്ള നടി, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ഇഷ്ടമുള്ള സിനിമ നടി, അത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടൈ ആയതുകൊണ്ട് ഇത് വിജയിക്കുന്ന ആൾക്കാണ് 500 റുപ്പീസ് ക്യാഷ് പ്രൈസ് കേട്ടോ. ഇഷ്ടമുള്ള നടി അമ്മയ്ക്ക് മനസ്സിൽ വിചാരിക്കും. ഇഷ്ടമുള്ള നടി കേട്ടോ, വിചാരിച്ച. പഴയതാണോ പുതിയതാണോ? അതൊന്നും പറയില്ല. അതെന്താ പറയാത്ത? ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ അറിഞ്ഞ സിനിമയാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. പറ. മഞ്ജു വാര്യർ. അമ്മേന്റെ ആൻസർ പറഞ്ഞോണ്ട് പാവല്ലേ, അമ്മേന്റെ ആൻസർ പറഞ്ഞോണ്ട് ഞാൻ ക്യാഷ് പ്രൈസ് അമ്മയ്ക്ക് തന്നെ കൊടുക്കണം. ആകാശ് 500 കിട്ടി. ആ, അപ്പോ ആകാശു ഓക്കെ 500 രൂപ കിട്ടി. ആ, അമ്മയ്ക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുക കേട്ടോ. അമ്മേന്റെ ആൻസർ പറഞ്ഞോണ്ട് കേട്ടോ. ആകാശ് ഇതൊരു ഫണ്ണി ഗെയിമാണ് കേട്ടോ. അത് ഞാൻ ആകാശ് മുട്ട വാങ്ങാൻ തരാട്ടോ. ആ, ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചാലഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ ഇനിയും ചാലഞ്ചസിൽ അമ്മേനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുവരെ ബായ്. പറയേ, ബൈ.